friends, welcome to Passion and Wellness. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ചിക്കൻ ബിരിയാണി ഈസി ആയിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സവോള ഒരു 3-4 സവോള ഇങ്ങനെ നീളത്തിൽ അരിയണം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി എടുത്ത് ഇതുപോലെ അരിയുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കണ്ട, ചതച്ചാൽ മതി. പിന്നെ നമ്മുടെ സവോള നമുക്ക് കുറച്ചെടുത്ത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും പിന്നെ കാഷ്യൂം അത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നെയ്യിൽ ഇതുപോലെ ഫ്രൈ ചെയ്തു, അത് ഓപ്ഷണൽ. അപ്പോൾ ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ജീരകശാല അരിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി, ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്ക്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1/2 kg ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നിങ്ങൾക്കത് മസാല പുരട്ടാനുണ്ട്. അപ്പോൾ ചിക്കനിലേക്കുള്ള മസാലയ്ക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചെന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത ഓണിയൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മുളക് പൊടി അത്യാവശ്യത്തിന് ഇപ്പോൾ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എരിവ് നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഗരം മസാല 1 സ്പൂൺ ആഡ് ചെയ്യുക. അതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, നമ്മുടെ കുരുമുളക് പൊടി 1 സ്പൂൺ ആഡ് ചെയ്യുക. മുളക് പൊടി കുറവ് പോലെ തോന്നി, അതുകൊണ്ട് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മല്ലി പുതിനയില ഫ്രഷായിട്ടുണ്ടെങ്കിൽ ഫ്രഷായിട്ട് തന്നെ ഉള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി പുരട്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യിട്ട്, നമ്മൾ 2 സ്പൂൺ നെയ്യാണ് ഇട്ടത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സവോള ആഡ് ചെയ്ത് കൊടുക്കുക. സവോള ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം തക്കാളിയും പിന്നെ നമ്മുടെ തൈരും കൂടി ആഡ് ചെയ്ത് പുതിന മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതവിടെ വേവട്ടെ. അപ്പോൾ അരിക്ക് വേണ്ടി നമ്മൾ അരി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം നെയ്യ് ആഡ് ചെയ്ത് കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് 2 ഗ്ലാസ് അരി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അരി ഒന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചിക്കൻ അവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മസാല, നമുക്ക് റൈസിന് വേണ്ടി മസാല റെഡിയാക്കാം. എന്നിട്ട് നമ്മൾ അരി അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ അരി വെന്ത് കിട്ടേണ്ടത്, അധികം വെന്ത് പോകരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയും പിന്നെ അതുപോലെ നമ്മുടെ റൈസും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ റൈസ് ഇട്ട് പിന്നെ ചിക്കൻ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് അതിൽ മുകളിൽ കുറച്ച് നെയ്യ് ഇടുക. പിന്നെ നമ്മുടെ സവോള, കിസ്മിസ്, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇടുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലി പുതിന എല്ലാം കുറച്ച് ഇടുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചത് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ ആ പാത്രത്തിൻ്റെ അടപ്പ് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലൊരു വെയിറ്റ് കൂടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. 15 മിനിറ്റ്സിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വെരി ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. ബൈ ബൈ.